Hi dears, welcome back. ഇന്ന് നമ്മൾ അൽഫഹം ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കുന്നത്. എന്നാൽ അൽഫഹമിന്റെ അത്ര ടൈം ഒന്നും പിടിക്കുകയില്ല. ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സെയിം ടേസ്റ്റ് ആയിരിക്കും ട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അൽഫഹമിന്റെ റെസിപ്പി. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക കേട്ടോ. എല്ലാവരും നല്ല ഉണ്ടാക്കിയവരൊക്കെ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 3/4 കിലോന് കേട്ടോ, കറക്റ്റ് അല്ലേ. അപ്പോൾ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈക്കൊക്കെ എടുക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആ 3/4 കിലോ ചിക്കനിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് തൈരുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതുകൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് മാരിനേഷൻ ആണ് കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ഇതിലേക്ക് സെക്കൻഡ് മാരിനേഷൻ ചെയ്തെടുക്കുന്ന ഒരു സമയം വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് പച്ചമല്ലി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് വലിയ ജീരകം 1/2 ടീസ്പൂണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം 1 ടീസ്പൂണും കേട്ടോ. വലിയ ജീരകം 1/2 ടീസ്പൂണും ചെറിയ ജീരകം 1 ടീസ്പൂണുമാണ്. ഇത് മാറിപ്പോവരുത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കൂടുതൽ സമയം റോസ്റ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട. നമുക്കിതൊന്ന് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം വേണം ഇത് ജസ്റ്റ് ഒന്ന് തണുത്താൽ മതി, എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ഉള്ളിയില്ലേ, വലിയ ഉള്ളിയുടെ ഒരു 1/4 ഭാഗമാണ് ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/4 ഭാഗം വലിയ ഉള്ളിയുടെ കഷ്ണവും അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയുടെ പകുതിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയില. മല്ലിയിലൊക്കെ ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അൽഫാം തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതുപോലെ 2 മസാല കൂടി ചേർത്തിട്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അൽഫാമിനാകുമ്പോൾ വലിയ പീസല്ലേ, ഇതിന് നമ്മൾ ചെറിയ പീസായിട്ടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട. ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. പിന്നെ 1 മണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചീനച്ചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഓയിൽ തന്നെ എടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഫ്ലേവറൊന്നും ഇല്ലാതെ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ആ ഓയിലിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സമയം മതി കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റി ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ അങ്ങ് കഴിക്കാം. പക്ഷേ നമുക്ക് ആ ഒരു അൽഫാമിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട കരി ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിൽ ചിക്കന് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുറ്റുമാക്കി വെച്ചിട്ട് നടുവിൽ സെൻട്രലായിട്ട് അത് വെച്ചിട്ട് ചാർക്കോൾ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ മതി, കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് പുകയിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അൽഫാം ആകുമ്പോൾ ആ ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു മൂടിക്ക്
എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ആ ഫുൾ അതിൻ്റെ ആ ഒരു പുക മുഴുവൻ അതിൽ തന്നെ കിടന്നിട്ട് വേണം ഇത് റെഡിയായി വരാൻ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നല്ലൊരു അൽഫാമിൻ്റെ അതേ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൈ നമുക്ക് അൽഫാമിൻ്റെ അത്രയും സമയം എടുക്കുകയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ 3 ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. താങ്ക് യു.